അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസുഹാബിഹി വസല്ലം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനം വിഭിന്ന ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം തികച്ചും ശാഖാപരമായ ഒരു കാര്യത്തിലല്ല, അക്കീദപരമായി തന്നെയാണ്. തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ശാഖാപരമായ എന്തെങ്കിലും കാര്യത്തിലൊന്നുമല്ല മുജാഹിദുകൾക്കിടയിൽ ഭിന്നത. സുന്നികളുമായിട്ട് മുജാഹിദുകൾക്ക് ഒരുപാട് ശാഖാപരമായ കാര്യങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ മുജാഹിദുകൾക്കിടയിൽ ഭിന്നത രൂക്ഷമായി ഉണ്ടായത് ശാഖാപരമായ ഒരു കാര്യത്തിലുമല്ല, അത് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാണ്, അഖീദയുടെ അടിസ്ഥാനത്തിലാണ്. ഈ തൗഹീദ്, കലിമത്തു തൗഹീദ് എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിലാണ് ഇവർക്ക് ഭിന്നതയുള്ളത്. കാരണം ഇപ്പോൾ ചില ആളുകൾക്ക് മനുഷ്യ കഴിവിന് അപ്പുറമുള്ള ഒരു കാര്യങ്ങൾ, അഥവാ അഭൗതികമായ അദൃശ്യമായ നിലയിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണങ്ങളോ നേടിത്തരാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ആ തൗഹീദ്, അതാണല്ലോ തൗഹീദ്. അങ്ങനെ തൗഹീദിനെ വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ വന്ന ഇൻതദുഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് പറയുന്ന ആയത്തായാലും, അതുപോലെ തന്നെ മറ്റ് സമാനമായ ആയത്തുകളാണെങ്കിലും അതിനോട് യോജിച്ച് നിൽക്കുക. ഇതിൽ നിന്ന് മാറിക്കൊണ്ട് മനുഷ്യ കഴിവിൻ്റെ അപ്പുറത്തുനിന്ന് മാറ്റി സൃഷ്ടി എന്ന വിശാല അർത്ഥത്തിലേക്ക് പോകുമ്പോൾ, സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അഭൗതികമായ അദൃശ്യമായ നിലയിൽ സഹായം ആവശ്യപ്പെടുമ്പോൾ അത് മാത്രമാണ് പ്രാർത്ഥന. സൃഷ്ടിയുടെ കഴിവിന് അപ്പുറത്തുള്ളൊരു വിഷയം വേണം. ഈ ഭൂമിയിൽ എന്തൊക്കെ സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികൾക്ക് അള്ളാഹു നൽകിയ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നത്, അദൃശ്യവും അഭൗതികവുമായി ചോദിക്കുന്നത് ശിർക്കല്ല എന്ന രീതിയിലേക്ക് പ്രാർത്ഥനയെ തിരുത്തുമ്പോൾ ഈ വിശുദ്ധ ഖുർആനിലെ ശതക്കണക്കിന് ആയത്തുകൾക്ക് അതിൻ്റെ പ്രസ്താവിതമായ അഖീദയ്ക്ക് എതിരായിട്ട് വരികയാണ്. അവിടെയാണ് പ്രശ്നം. അതാണ് ബേസ് ആയിട്ടുള്ള ഈ ഒറ്റ വിഷയത്തിലാണ് മുജാഹിദുകൾ ഭിന്നിച്ചിരിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ പെടുന്നതാണ് ജിന്നുബാധയും കണ്ണേറും അതുപോലെ തന്നെ കൂടോത്രവും ഖബർ ആരാധനയും ബറക്കത്തെടുക്കലും ഒക്കെ, വസ്തുക്കളുടെ ബറക്കത്തെടുക്കലടക്കം എല്ലാ വിഷയവും ഈ തൗഹീദുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അത് ശാഖാപരമായ ഒരു വിഷയമേ അല്ല. അപ്പോൾ ഇവിടെ പിഴച്ചു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന ഇബാദത്ത് എന്ന വിഷയത്തിൽ പിഴവ് വന്നു കഴിഞ്ഞാൽ, അതിൽ തിരുത്തു വന്നു കഴിയുമ്പോൾ തന്നെ വീക്ഷണ വ്യത്യാസങ്ങൾ എല്ലാത്തിലും വരും. അപ്പം ഏറ്റവും ശരിപ്പെടുത്തേണ്ടത് ഈ വിശ്വാസമാണ്. ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരാൾക്ക് ഒരിക്കലും മറ്റ് വിഷയങ്ങൾ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ആ അക്കീദയ്ക്ക് യോജിച്ച് വരില്ല. അപ്പം അക്കീദയ്ക്ക് വിരുദ്ധമായിട്ട് അത് വരും. അപ്പം ഇവർ ചെയ്ത എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഈ റിപ്പോർട്ടുകളും കാര്യങ്ങളും അത് നിലനിർത്താൻ വേണ്ടി ഇവർ അക്കീദ തിരുത്തി. ഇവിടെ പ്രാർത്ഥനയുടെ ഡെഫിനിഷൻ തന്നെ സക്കരിയ സലാഹി തിരുത്തി. കാരണം അത് തിരുത്തിയാൽ മാത്രമാണ് ഈ പറയുന്ന ജിന്നുബാധ, കണ്ണേറ്, കൂടോത്രം, വസ്തുക്കളുടെ ബറക്കത്തെടുക്കൽ മുതലായ എല്ലാ കാര്യങ്ങളും സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അഖീദ ശരിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിമത്ത് തൗഹീദ് ശരിയാക്കുക എന്നർത്ഥം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാക്കുക എന്നർത്ഥം, പ്രാർത്ഥനയുടെ ഡെഫിനിഷൻ ശരിയാക്കുക എന്നുള്ള അർത്ഥം. എന്താണ് പ്രാർത്ഥന എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നോക്കുമ്പോൾ കണ്ണേറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ നോക്കിക്കണ്ട് അയാളുടെ ഭംഗിയെ, അയാളുടെ സമ്പത്തിനെ, അയാളുടെ അനുഗ്രഹങ്ങളെ നോക്കി ആശ്ചര്യപ്പെടുമ്പോൾ, കൊതിക്കുമ്പോൾ അയാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നു എന്നുള്ള വിശ്വാസമാണ് കണ്ണേറ്. അപ്പം അത് ഈ പറയുന്ന തൗഹീദിന് ഘടകവിരുദ്ധമാണ്. കാരണം അത്തരത്തിലുള്ള ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഒരു ഗുണം അത് ദൃശ്യമായ കാര്യമല്ല, അത് ഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽപ്പെട്ട ഒരു കാര്യമല്ല. കാരണം ഒരാളുടെ നോട്ടം, ഒരാളുടെ ആഗ്രഹം, ഒരാളുടെ കൊതി കൊണ്ട് മറ്റൊരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുന്നത്, അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് ഒരു സൃഷ്ടിക്കുമില്ല. മനസ്സിലായില്ലേ? മനുഷ്യനുമില്ല, ഒരു സൃഷ്ടിക്കുമില്ല. അപ്പം ഇത് തൗഹീദിന് വിരുദ്ധമായി മാറി ഈ കണ്ണേറ് എന്ന് വിശ്വസിക്കുന്നത്. മനസ്സിലായി? കാരണം കണ്ണിൽ നിന്ന് പ്രത്യേകിച്ച് ഒരാൾ നോക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് ഒന്നും പ്രത്യേകിച്ച് പുറപ്പെടുന്നില്ല,
ഒരു സംഭവം ഉണ്ടാവുന്നില്ല. ഒരാൾ മറ്റൊരാളുടെ എന്തെങ്കിലും അനുഗ്രഹങ്ങളെ കുറിച്ച് കൊതിച്ചാൽ, ആഗ്രഹിച്ചാൽ, അത് വെറുതെ കൊതിക്കാൻ ആഗ്രഹിക്കാമെന്നും മാത്രമേ പറ്റുള്ളൂ. അത് അള്ളാഹു ആണല്ലോ അനുഗ്രഹങ്ങൾ ഓരോ വ്യക്തികൾക്ക് കൊടുക്കുന്നത്. അള്ളാഹു അവനെ ഇച്ഛിക്കുന്നവർക്ക് സമ്പാദ്യം ഉപജീവനം വർദ്ധിപ്പിക്കുമെന്നാണല്ലോ അള്ളാഹ് പറഞ്ഞത്. അപ്പോൾ അതിലിങ്ങനെ നോക്കിയത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ? അങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അഭൗതികമായി അദൃശ്യമായ നിലയ്ക്ക് അള്ളാഹു മാത്രമല്ല ഉപദ്രവം ഉണ്ടാക്കുന്നത്, അള്ളാഹു മാത്രമല്ല ഗുണം ഉണ്ടാക്കുന്നത്, ഒരാളുടെ നോട്ടം കൊണ്ട് ഗുണം ഉണ്ടാവുന്നുണ്ട്, ദോഷമുണ്ടാകുന്നുണ്ട് എന്നു വന്നല്ലോ. അപ്പോൾ നമ്മുടെ തൗഹീദ് തെറ്റിപ്പോയില്ലേ? അപ്പോൾ കണ്ണേറ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് ഉണ്ടോ? ഇല്ല. കാരണം അത് അടിസ്ഥാനം ഇല്ല, തൗഹീദിന് വിരുദ്ധമായി വരും. അതുപോലെ തന്നെയാണ് കൂടോത്രം. കൂടോത്രം ഒരാളുടെ ശരീരാവശിഷ്ടങ്ങളോ അയാളുടെ ഉപയോഗിക്കുന്ന വസ്തുക്കളോ എടുത്തിട്ട് അയാൾ കുറേ മന്ത്രങ്ങൾ, ജപങ്ങൾ, ഉറുക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞ് അയാൾ ഏതിനോടാണോ പ്രാർത്ഥിക്കുന്നത് അതിനോടൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് എന്തെങ്കിലും ദ്രോഹം ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും എന്ന് വിശ്വസിക്കലാണല്ലോ കൂടോത്രം. അപ്പം അവിടെയും അഭൗതികമായി അദൃശ്യമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു ലുറായി മാറി ഈ സംഭവം. അത് മനുഷ്യന് അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് അത്തരത്തിലുള്ള കഴിവുണ്ട്, ഒരു മന്ത്രം കൊണ്ട് അല്ലെങ്കിൽ പിശാചോ അല്ലെങ്കിൽ ഏതെങ്കിലും നക്ഷത്രങ്ങളോ ഗോളങ്ങളോ ആത്മാക്കളോ എന്തിനോടാണോ ഈ പ്രാർത്ഥന, ഈ പൂജകൾ നടത്തുന്നോ അതിൻ്റെ ഫലമായിക്കൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് അദൃശ്യവും അഭൗതികവുമായിട്ടുള്ള ലുറ് അള്ളാഹുവിന് പുറമെ ഈ പ്രേതങ്ങൾക്കും ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസമായി അവിടെ ശിർക്ക് വന്നു. അതുകൊണ്ട് തൗഹീദ് നമ്മൾ കൃത്യമാക്കുമ്പോൾ ഈ പറയുന്ന വിശ്വാസങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. തൗഹീദിൽ നമ്മുടെ പഴയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ പറയുന്ന എല്ലാം കയറി പിടിച്ച് മാറാല പിടിച്ച് നമ്മുടെ ഹൃദയം ഇരുട്ടായി മാറും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.